പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ എല്ലാതരം ബ്രൈഡൽ കളക്ഷനുകളുമായി MX വെഡിംഗ് സെന്ററും പാലക്കാട് റോഡിൽ സാധാരണക്കാരുടെ സമ്പൂർണ്ണ വസ്ത്രാലയമായ MX ഇക്കണോമിയും. മനസ്സിലുണ്ടോ മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, പട്ടാമ്പി, കുട്ടനാട്, കൊപ്പം. പട്ടാമ്പി പാലത്തിന്റെ ബലക്ഷയം അടിയന്തരമായി പരിശോധിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് VK ശ്രീകണ്ഠൻ MP ആവശ്യപ്പെട്ടു. പാലവുമായി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായെന്നും VK ശ്രീകണ്ഠൻ കുറ്റപ്പെടുത്തി. പട്ടാമ്പി പാലം സന്ദർശിക്കാൻ എത്തിയതായിരുന്നു VK ശ്രീകണ്ഠൻ MP. ഞായറാഴ്ച ഉച്ചയോടെയാണ് VK ശ്രീകണ്ഠൻ MP പട്ടാമ്പി പാലം സന്ദർശിക്കാനെത്തിയത്. കോൺഗ്രസ് നേതാക്കളും MPക്കൊപ്പം ഉണ്ടായിരുന്നു. പാലത്തിലെ നിലവിലെ സ്ഥിതിഗതികൾ MP മനസ്സിലാക്കി. പാലത്തിന്റെ ബലക്ഷയം അടിയന്തരമായി പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് VK ശ്രീകണ്ഠൻ MP ആവശ്യപ്പെട്ടു. പാലത്തിന്റെ ബലക്ഷയം മനസ്സിലാക്കിയതിനു ശേഷം ചെറുവാഹനങ്ങൾ ഇതിലൂടെ കടത്തിയിടുവാൻ വേണ്ട നടപടികൾ ഉണ്ടാകണമെന്നും MP ആവശ്യപ്പെട്ടു. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കത്തയക്കുമെന്നും VK ശ്രീകണ്ഠൻ MP പ്രതികരിച്ചു. ഒരു ദിവസം 10,000-കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിനോ അല്ലെങ്കിൽ അതിനുള്ള സന്തോഷത്തിലോ അല്ല, അവരുടെ നിത്യ വരുമാനത്തിന് വേണ്ടി എത്രയോ പേര് രണ്ട് ഭാഗത്തേക്കും കടക്കേണ്ടതാണ്. അതുകൊണ്ട് കിലോമീറ്ററുകൾ മാറി വേണം ഇപ്പൊ യാത്ര ചെയ്യാൻ. ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ഒരു നല്ല കാര്യമല്ല, എളുപ്പമല്ല. അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെടണം. ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഈ പാലത്തിന്റെ ബലക്ഷയം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണം. എത്രയും പെട്ടെന്ന് കൈവരികൾ പുനഃസ്ഥാപിക്കണം. ഇത് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കണം എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. ആ അഭിപ്രായം സർക്കാർ പരിശോധിച്ച് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് ഞാൻ കത്ത് നൽകുന്നുണ്ട്, ചീഫ് എഞ്ചിനീയർക്ക് കത്ത് നൽകുന്നുണ്ട്. ഇപ്പോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള ഒരു പരിശോധന നടന്നിട്ടുണ്ട്. പട്ടാമ്പി പാലത്തിലൂടെയുള്ള വാഹനയാത്ര നിരോധിച്ചതോടെ വലിയ ദുരിതമാണ് ഈ പ്രദേശത്തുകാർ അനുഭവിക്കുന്നത്. ഇതിനെ പരിഹാരമെന്നോണം ചെറുവാഹനങ്ങളെയും കടത്തിവിടാനും ആവശ്യമായ സംവിധാനം ഇവിടെ ഒരുക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത്. ഓട്ടോറിക്ഷ, ബൈക്ക്, കാറ് തുടങ്ങിയിട്ടുള്ള വാഹനങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ്. അത് എത്രയും പെട്ടെന്ന് ആശുപത്രി, ആംബുലൻസ്, PWD ഉന്നത ഉദ്യോഗസ്ഥർ ഉടൻ പാലത്തിന്റെ ബലക്ഷയം പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും VK ശ്രീകണ്ഠൻ ആവശ്യപ്പെട്ടു. കാര്യമായ ബലക്ഷയം പാലത്തിന്റെ അടിത്തട്ടിലൊന്നും ഇല്ലെന്നാണ്. കാരണം വെള്ളം ഇതിലും വലിയ രീതിയിൽ വെള്ളം വന്നിട്ടുണ്ട്, ഓവർഫ്ലോ ചെയ്ത് പലതവണ പോയിട്ടുണ്ട്. പാലത്തിന്റെ അടിത്തട്ടിലൊന്നും ഇതുവരെയും കുഴപ്പം വന്നിട്ടില്ല. ഏതാനും ചില കല്ലുകൾ ഇളകി വീണതാണ് നമുക്ക് പ്രഥമ ദൃഷ്ടിയ കാണാൻ കഴിയുന്നത്. ഞങ്ങളൊന്നും എഞ്ചിനീയർമാരല്ല. ഒരു വിദഗ്ധ സംഘം എത്രയും പെട്ടെന്ന് പരിശോധിച്ച് ഒരു തീർപ്പ് കൽപ്പിക്കണം. 2 കൈവരികൾ എത്രയും പെട്ടെന്ന് നിർമ്മിക്കണം. ഇതിനധികം ദിവസമൊന്നും വേണ്ട, ഒരാഴ്ച കൊണ്ട് കൈവരികൾ ശരിക്കും ചെയ്യാം. KR നാരായണസ്വാമി, ഉമ്മർ കീഴായി ഉൾപ്പെടെയുള്ള നേതാക്കളും MPക്കൊപ്പം എത്തിയിരുന്നു.